പ്രിയപ്പെട്ടവരെ, നൗഷാദ് തെക്കയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ട്. സിനിമാ തിയേറ്ററിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം എനിക്ക് ഹൈലൈറ്റ് മാളിൽ പാലക്സി തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അവരെന്നെ തടഞ്ഞു വെക്കുകയും അപമാനിക്കുകയും ചെയ്തൊരു വിഷയം. ഞാൻ അത് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു, അവരെ വിളിപ്പിച്ചിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇപ്പം നിലവിൽ. അപ്പോൾ ബഹുമാനപ്പെട്ട അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഫറൂഖ് സിദ്ദിഖ് സാറും അതിൽ ഇടപെടുകയുണ്ടായി. കാരണം രോഗികളായ ആളുകളുണ്ടാകാം, വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകാം. അവർക്കൊക്കെ ഒരു കുപ്പിവെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അതേപോലത്തെ ഡയബറ്റിക്കായ കുട്ടിയുടെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മകൾക്ക് മരുന്ന്, വെള്ളം, ഫുഡും ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടതുണ്ടാകും. അതിന് ഇവരനുസരിക്കാത്ത, സമ്മതിക്കാത്ത ഒരവസരം ഉണ്ടായി എന്നോട് പറയുകയുണ്ടായി. അപ്പം അതൊക്കെ ഇവർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ബഹുമാനപ്പെട്ട കോടതികളിലൊക്കെ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായും, പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് തിയേറ്റർ ഉടമകളും കോടതിയിലൊക്കെ കൊടുത്തതും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളൊക്കെ കാണുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു ടിക്കറ്റ് എടുത്ത ഉപഭോക്താവ് അവിടേക്ക് ചെല്ലുമ്പോൾ അയാൾ ഒരു കയ്യിലൊരു കുപ്പിവെള്ളം ഉണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയുന്നു, ഇത് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. തിയേറ്റർ ഉടമകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അതിൽ ലിക്കർ കലക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ സീറ്റ് മോശമാക്കി എന്നൊക്കെ സംഭവിക്കുന്നതൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് വിചാരിച്ച് എല്ലാവരെയും ഒരേ കണ്ണിൽ കൂടി കാണാതെ മനുഷ്യാവകാശം ലംഘിക്കുന്ന രീതിയിൽ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന ചില തിയേറ്ററുകളുണ്ട്. അപ്പോൾ അവിടുത്തെ കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്ന ഒരു ഉപഭോക്താവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം. അതേപോലെ തന്നെ അവിടെയൊക്കെ നമ്മൾ കാണാം, കുപ്പിവെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല, അതേപോലെ തന്നെ ഞങ്ങൾ സൗജന്യമായി വെള്ളം കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ തിയേറ്ററിലും നിങ്ങളൊക്കെ നോക്കേണ്ടത് ആ വെള്ളം ഇവരെവിടെയാണ് സൗജന്യമായിട്ട് വെക്കുന്നത് എന്നുള്ളത്. മറവിലായിരിക്കാം, ആളുകൾ കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്ന തിയേറ്ററുകൾ ആളുകളുമുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒന്നാൾ എൻ്റെ ശ്രദ്ധയിൽ ഒരു വിഷയം പെടുകയുണ്ടായി. അതിൻ്റെ നടപടികൾ സ്വീകരിച്ചതാണ്. ഒരു സുഹൃത്തുക്കൾ തിയേറ്ററിൽ പോയ സമയത്ത് കമിതാക്കളാണ്. അവർ തിയേറ്ററിൽ ഒരുമിച്ചിരുന്നു. അവർ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ CCTV ദൃശ്യങ്ങൾ എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി. ആ കുട്ടിയെ കൊണ്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിയെയും കൊണ്ട് ജ്വല്ലറിയിൽ പോയി. ആ ജ്വല്ലറിയിൽ നിന്ന് ആ കുട്ടിയുടെ കയ്യിലുള്ള ഒരു മോതിരം വിൽപ്പിച്ച് ഇവർ പൈസ വാങ്ങി. അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതും ചില തിയേറ്ററുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുകയും അവർ അതിനനുസരിച്ച് നടപടി എടുക്കുകയും ഈ സ്വർണം ആ കുട്ടികൾക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് എനിക്ക് അവരെ നന്ദിയോടെ സ്മരിക്കുക തന്നെ വേണം. അവർ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ രീതിയിൽ പെരുമാറി. പക്ഷേ ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ പൊതുജനവും സിനിമയും സമൂഹവും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിജയിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ ആളുകൾ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല. കാരണം ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി അത്രയും സ്പെഷ്യലിറ്റീസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് വിചാരിച്ച് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ഒരു പരിപാടി നടപ്പില്ല. കാരണം കുട്ടികൾക്ക് ഫുഡ് കൊണ്ടുപോകണം. അതൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അവിടെയുള്ള ഫുഡിനെ താല്പര്യപ്പെട്ടു എന്ന് വരില്ല, ചെറിയ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ പാല് കൊണ്ടുപോകേണ്ടി വരും കുട്ടികൾ കൊടുക്കാൻ. അതുപോലെ തന്നെ സുഖമില്ലാത്ത ഷുഗർ പേഷ്യൻറ്റിന് അവരുടേതായ വെള്ളം കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ബാക്കി മരുന്ന് കുടിക്കാൻ കൊണ്ടുപോകേണ്ടി വരും. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ അവിടെ ആസ്വദിക്കാൻ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾ, സിനിമാ പ്രേമികൾ സീറ്റ് നശിപ്പിക്കാതെ, സീറ്റിൽ വെള്ളമൊഴിക്കാതെ, നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിയമാനുസൃതം പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്,
ഈ വിഷയത്തിൽ പോലീസിൻ്റെതായ നിലപാടെടുക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലൊക്കെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നടപടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അമിതമായ വില ഈടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോപ്കോണൊക്കെ നമുക്കറിയാം അമിതമായ വിലയാണ് ഈ സിനിമാ തിയേറ്ററിൽ വാങ്ങുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെയാണ് വെള്ളത്തിന്. ഇപ്പോൾ പണ്ട് ഞാൻ ലുലു മാളിൽ പോയ സമയത്ത് അവിടെ ഞാനൊരു കുപ്പി വെള്ളം വാങ്ങിയപ്പോൾ 50 രൂപ വാങ്ങി. അപ്പോൾ ഞാൻ MRP നോക്കിയപ്പോൾ അതിനുള്ള MRP അടിച്ചിട്ടില്ല. അന്ന് ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ശ്രദ്ധപ്പെടുത്തുകയും അത്തരം സ്ഥാപനങ്ങളൊക്കെ അവർ പരിശോധിക്കുകയും ഇപ്പോൾ നമ്മൾ കാണുന്നത് MRP അടിച്ചിട്ടുണ്ട് 70 രൂപയും 100 രൂപയൊക്കെയാണ്. പക്ഷേ 20 രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കിട്ടും. പക്ഷെ അവർ വിൽക്കുന്നത് 70 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ശ്രദ്ധപ്പെടുത്തി നിയമപരമായിട്ട് ഉപഭോക്താവിന് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ സിനിമക്കെതിരല്ല, സിനിമാ തിയേറ്ററിനെതിരെയല്ല, ഒന്നുമല്ല പറയുന്നത്. പക്ഷെ മനുഷ്യത്വപരമായ സമീപനം എല്ലാവരും കൈക്കൊള്ളണം എന്നാണ്. ഏതായാലും ഈ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വൈകി അറിയിക്കാം. നന്ദി, നമസ്കാരം.